ജെ.സി. അറവഞ്ചാലിനെ സംബന്ധിച്ചിടത്തോളം 2025 ജെ.സി.എ വർഷം ഏറ്റവും മികച്ച നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒട്ടേറെ അഭിമാനവും അതുപോലെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ജെ.സി. അരവഞ്ചാലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രക്തദാന ക്യാമ്പ്, മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ 38 യൂണിറ്റോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജെ.സി. പ്രവർത്തകരും അതുപോലെ പുറത്തുള്ള ആൾക്കാരും അടക്കം 38 യൂണിറ്റോളം ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ അരവഞ്ചാൽ സ്കൂളിൽ നമ്മൾ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരവഞ്ചാൽ സ്കൂളിൽ മുഴുവൻ ക്ലാസ്സുകളിലും മാതൃഭൂമി പത്രം ഈ ഒരു വർഷം വിതരണം ചെയ്യുന്നുണ്ട്. അരവഞ്ചാൽ സ്കൂളിലെ തന്നെ 30ഓളം കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം ജെ.സി. അരവഞ്ചാൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിർധനരായ 4ഓളം കുട്ടികൾക്ക് ജെ.സി. ഇന്ത്യ നൽകുന്ന സ്കോളർഷിപ്പിനെ അർഹരാക്കാൻ, അവർക്ക് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കാനും ജെ.സി. അരവഞ്ചാലിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒട്ടേറെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ചെയ്താണെന്ന ഓണം അതുപോലെ വിഷു തുടങ്ങിയ ഉത്സവവേളകളിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ ട്രെയിനിങ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് പിന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഇത്രയും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഒട്ടേറെ നിരവധി പ്രോഗ്രാംസ് നമ്മൾ ഈ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ജെ.സി. എല്ലാ വർഷവും നടത്തി വരുന്ന ജെ.സി. വാരാഘോഷം, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പത്രസമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തത് തന്നെ. ജെ.സി. വീക്ക് എന്ന് വെച്ചാൽ ജെ.സി. ഇന്ത്യ എല്ലാ വർഷവും സെപ്റ്റംബർ 9 മുതൽ 15-ാം തീയതി വരെ നടത്തി വരുന്ന ഒരു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക്, ജനങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി കൂടിയായിട്ടാണ് ഈ ജെ.സി. വീക്കിനെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ജെ.സി. വീക്ക് നടത്തി വരുന്നത്. പിന്നെ ഈ വർഷത്തെ ജെ.സി. വീക്കിന്റെ ഒരു തീം എന്നുള്ളത് പ്രിസം 110 എന്നാണ്. അതെന്ന് വെച്ചാൽ ആ പ്രിസം 110 പ്രതിനിധാനം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ജെ.സി. ജെ.സി. എന്ന സംഘടന നിലവിൽ വന്നിട്ട് ഇപ്പോൾ 1915 നിലവിൽ വന്നത്. ഇപ്പോൾ 110-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിൽ ആ ഒരു വർഷത്തെ ഓർത്തുകൊണ്ടാണ് പ്രിസം 110 എന്ന ഒരു തീം തന്നെ ഈ ഒരു വാരാഘോഷത്തിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ജെ.സി. ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പ്രിസം എന്ന ഒരു വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത് PR, അതിന് ഫസ്റ്റ് ലെറ്റേഴ്സ് ആയ PR പബ്ലിക് റിലേഷൻ, അതുപോലെ I ഇൻഡിവിജ്വലിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ SM സോഷ്യൽ മീഡിയയും പ്രതിനിധാനം ചെയ്യുന്നു. എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻ പ്രോഗ്രാമുകളിലൂടെ വ്യക്തികൾ സോഷ്യൽ മീഡിയയിലേക്ക് ജെ.സി. എന്താണ് എന്നുള്ളത്, ജെ.സി. എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് പ്രിസം പ്രതിനിധാനം ചെയ്യുന്നത്. മാത്രമല്ല ജെ.സി. പബ്ലിക് റിലേഷന്റെ ഭാഗമായിട്ട് നിരവധി വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ ഒരു ആഴ്ച നമ്മൾ നടത്താൻ വേണ്ടി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ആദ്യ ദിനമായ സെപ്റ്റംബർ 9 നമ്മളെ സൈക്കിൾ റാലി, അതുപോലെ പ്രസ് മീറ്റ്, ദെൻ ജെ.സി. വീക്കിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2-ാം ദിനത്തില് തൊഴിൽ രഹിതരായ വനിതകൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണവും മാത്രമല്ല നോൺ ജെ.സി.എസിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ കൂടി 2-ാം ദിനത്തിൽ നമ്മൾ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. അടുത്ത 3-ാം ദിനമായ സെപ്റ്റംബർ 11 ഒരു ലേഡീസിനുള്ള ഒരു സൂംബ ട്രെയിനിങ് സെഷൻ, അതാണ് ഓർഗനൈസ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ നിരവധി ജീവിതശൈലി രോഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ
നമുക്ക് വ്യക്തികൾക്ക് ശരീരത്തിനും അതുപോലെ മനസ്സിനും ഒരുപോലെ ഉന്മേഷം തരുന്ന വിവിധതരം പിന്നെ വടംവലി, അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റത്തിൽ വരുന്ന ഒരു ഷട്ടിൽ ടൂർണമെന്റ്, ഇങ്ങനെയുള്ള പരിപാടികൾ കൂടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് 3-ാം ദിനത്തിന്. 4-ാം ദിനമായ സെപ്റ്റംബർ 12-ന് നമ്മൾ ഒരു ബിസിനസ് മീറ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ബിസിനസ് മീറ്റിൽ വ്യത്യസ്ത മേഖലകളിലെ ഓൺടർപ്രനേഴ്സിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിൽ പാടിയോട്ടുചാലിലെ ദമ്പതികളായ ബിസിനസ്സുകാരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ജിമ്മ് നടത്തിക്കൊണ്ട് സംരംഭകത്വം നടത്തി വിജയിച്ച കവിത സീനുവിനെയും അതുപോലെ തന്നെ പവറെക്സ് എന്ന സ്ഥാപനം നടത്തുന്ന സീനു കെയാണ് നമ്മൾ ഈ ഒരു ദിനത്തിൽ ആദരിക്കുന്നത്. അന്നേ ദിവസം തന്നെ നമ്മൾ ഒരു ബിസിനസ് മീറ്റ് നടത്തുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ ഉള്ള ബിസിനസ്സിൽ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരു ബിസിനസ് മീറ്റ്, ചർച്ചകളും അവരുടെ അവരുടെ വിജയത്തിന്റെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ഒരു ബിസിനസ് മീറ്റുമാണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 6-ാം ദിവസം JCI നമ്മൾ ഈ ഒരു വർഷം നടത്തി വന്നിരുന്ന പിന്നെ JCI പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ JCI എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു പ്രൗഡ് ടു JC എന്നുള്ള ഒരു ക്യാമ്പയിൻ അതുമാണ് നമ്മൾ നടത്തുന്നത്. സമാപന ദിവസമായ 7-ാം ദിവസം നമ്മൾ JCIന്റെ പിന്നെ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലെ എത്തിക്കുന്നതിനായിട്ട് റീൽസും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ JCI വാരാഘോഷത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കുന്നതിനും അതുപോലെ ഈ ഒരു ആഴ്ച നമ്മൾ നടത്തി വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു വേളയിൽ JCI അരവിന്ദ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇപ്പം നടത്താനിരിക്കുന്ന JCI വീക്കിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോട് സഹകരിക്കണം. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 15-ാം തീയതി വരെയാണ് JCI വാരാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ വാരാഘോഷം 110ാമത്തെ വർഷമാണ് നമ്മൾ JCI സ്ഥാപിതമായിട്ട് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യത്യസ്തമായ പരിപാടികൾ കൂടെ നമ്മുടെ ഈ JCI വീക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഷൈമ ദീപു, അതോടൊപ്പം തന്നെ സെക്രട്ടറി മൃദുല ഉമേഷ് എന്നിവരാണ് ഈ സംഘടനയെ ഈ വർഷം നമ്മളെ നയിച്ച് ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയയ്ക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.